IPL 19 സീസൺ മുന്നോടിയായി അടിമുടി മാറ്റത്തിന് ചെന്നൈ സൂപ്പർ കിങ്സ് കഴിഞ്ഞ സീസണിൽ നിന്ന് 8 താരങ്ങളെ മിനി താരലേലത്തിന് മുൻപ് ടീമിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് റിപ്പോർട്ട്. മിനി താരലേലത്തിന് ഒരു മാസം മാത്രം ശേഷിക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ഉടച്ചു വാർക്കുകയാണ്. ഇതിന്റെ ആദ്യ പടിയെന്നോണം വിരമിച്ച രവിചന്ദ്രൻ അശ്വിന് പുറമെ 7 താരങ്ങളെ കൂടി ടീമിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഇതിഹാസ താരം MS ധോണിയുടെ CSK. ഡെവോൺ കോൺവേയും ചെന്നൈയുടെ കടൈക്കുട്ടി സിംഗം എന്നറിയപ്പെടുന്ന സാം കറനും ടീം കൈവിടുന്നവരിൽ ഉയർന്നു കേൾക്കുന്ന പ്രധാനികൾ. 2022 IPL-ലെത്തിയ കിവീസ് താരം ഡെവോൺ കോൺവേയ്ക്ക് നല്ല റെക്കോർഡുണ്ടെങ്കിലും സ്ഥാനം നഷ്ടമാകുമെന്നാണ് സൂചന. ഇതുവരെ ചെന്നൈക്കായി 29 മത്സരങ്ങളിൽ നിന്നായി 1080 റൺസാണ് താരം അടിച്ചെടുത്തത്. പിന്നീടുള്ള 3 സീസണുകളിലും CSK താരത്തെ നിലനിർത്തുകയും ചെയ്തു. എന്നാൽ 2025-ൽ 6,25,00,000 നൽകി ടീമിൽ നിലനിർത്തിയ ഓപ്പണിംഗ് താരം 6 മത്സരങ്ങളിൽ നിന്നായി അടിച്ചെടുത്തത് 156 റൺസ് മാത്രം. സീസണിൽ താരത്തിന് കാര്യമായ സംഭാവന നൽകാനാവാത്ത സാഹചര്യത്തിലാണ് ചെന്നൈ കോൺവേയെ ഒഴിവാക്കുന്നത്. 18ാം സീസണിൽ ചെന്നൈക്കൊപ്പം വീണ്ടും ഒന്നിച്ച സാം കറൻ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തത് ചെന്നൈയെ കാര്യമായി ബാധിച്ചു. 2,40,00,000 ചെന്നൈയിലെത്തിയ സ്റ്റാർ ഓൾറൗണ്ടർ കഴിഞ്ഞ വർഷം 1 വിക്കറ്റും 113 റൺസും മാത്രമാണ് നേടിയത്. ഇക്കഴിഞ്ഞ സീസണിൽ 7 മത്സരങ്ങളിൽ നിന്ന് വെറും 31 റൺസ് എടുത്ത ദീപക് ഹൂഡയാണ് ചെന്നൈ കൈയൊഴിയാൻ പോകുന്ന 3ാമത്തെ താരം. ഒപ്പം കഴിഞ്ഞ സീസണിൽ നിറം മങ്ങിയ പ്രകടനം കാഴ്ചവെച്ച വിജയ് ശങ്കർ, ജാമി ഓവർട്ടൺ, കമലേഷ് നാഗർകോട്ടി, മുകേഷ് ചൗധരി, നാഥൻ എലീസ്, ശ്രേയസ് ഗോപാൽ എന്നിവരെയും ചെന്നൈ കൈവിടുമെന്നാണ് റിപ്പോർട്ട്. താരങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ മിനി താരലേലത്തിലേക്ക് പേഴ്സ് നിറച്ചാണ് ചെന്നൈ എത്തുക. രാജസ്ഥാൻ റോയൽസ് വിടാനൊരുങ്ങുന്ന സഞ്ജു സാംസൺ അടക്കമുള്ള സൂപ്പർ താരങ്ങളെ ടീമിലെത്തിക്കാൻ 29 കോടിയെങ്കിലും പേഴ്സിലാക്കിയാകും ഫ്രാഞ്ചൈസി ഡിസംബറിലെ ലേലത്തിന് തയ്യാറെടുക്കുക. അതേസമയം കഴിഞ്ഞ സീസണിൽ പാതിവഴിയിൽ വെച്ച് ടീമിനൊപ്പം ചേർന്ന ബേബി എവിഡി, ഡേവാൾഡ് ബ്രവീസും ഉർവിൽ പട്ടേലും ആയുഷ് മാത്രയും ടീമിൽ തുടരും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.